ഹലോ, ഇപ്പം എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഞങ്ങൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ. ഞങ്ങൾ ചൊവ്വാഴ്ച ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് ലോണ്ടറിയിൽ കൊടുക്കും. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച കണ്ട കോപ്പറേറ്റീവ് കണ്ടില്ലേ? അപ്പോൾ വ്യാഴാഴ്ച ഞങ്ങൾ അത് പോയി, ഇത് ഷമീർ കൂട്ടുകാരനാണ്, വ്യാഴാഴ്ച നമ്മൾ അത് പോയി വാങ്ങും. അപ്പോൾ വാങ്ങാൻ പോണ പോക്കാണത്. കണ്ടാവും പറയുന്നത് മുഖം നല്ല കളറുണ്ടല്ലോ എന്ന്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് വാങ്ങണേറ്റ് മുമ്പ് ഇവിടുന്ന് ചായ കുടിക്കാം. കാനഹബ് എന്ന് പറയും ഹോട്ടൽ. ഇടയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ചായ കുടിച്ചില്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിക്കുക. അടിപൊളി ഹോട്ടലാട്ടോ കാനഹബ്. നല്ല ചായ കൊടുത്താൽ ചായ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചായ, സൂപ്പർ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചായ മാഷിട്ടാ, ഞങ്ങളുടെ ഇക്ക. എന്തൊട്ടൊക്കെ ഇട്ട് തരണം അവള്, ഒട്ടുക്കത്തെ ടേസ്റ്റാ ചായക്ക്. എന്തൊട്ടാന്നറിയില്ല, രക്ഷയില്ല. ചായ നാട്ടിൽ വരെ ഞാൻ സംശയമാണ്, ഇതുപോലത്തെ ചായ ഞാൻ കുടിച്ചിട്ടില്ല ശരിക്കും പറയാം. കാര്യമായിട്ട് പറയാട്ടാ, അടിപൊളി ചായ. ഞാൻ പേടിയെടുക്കുന്നത് ആൾ കണ്ടിട്ടില്ല കേട്ടാ. കണ്ടെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാനെ. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ കടികൾ കേട്ടോ, ചായക്കുള്ള കടികൾ. കണ്ടോ, പേരൊന്നും ചോദിക്കരുത്, പേര് ചോദിച്ചാൽ പെടും. കുറേ ഉണ്ട്, പേരൊക്കെ പഠിച്ചു വരണമെങ്കിൽ 2 ദിവസം വേണം. എണ്ണ പലഹാരം ഞങ്ങളധികം കഴിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് അട കഴിക്കും, പിന്നെ കോഴിക്കട്ട ഇടയ്ക്ക് കഴിക്കും. കണ്ടോ, ഈ വക ഐറ്റങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചായ കേട്ടോ. കണ്ടോ, എന്തൊരു ഫീല്. അപ്പോൾ ഇവനോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവനാച്ച മൊബൈലിൽ നോക്കിയിരിക്കുക. ഫുട്ബോളിൻ്റെ പ്രാന്തനവൻ. ഇതാ എങ്ങനെയുണ്ട് ചായ? കുഴപ്പമില്ല അല്ലേ? അല്ല, ആ പുഞ്ചിരിയിലുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ലോണ്ടറി. അപ്പോൾ അവൻ നോക്കിക്കൊണ്ടിരിക്കുക ഡ്രസ്സ്. അങ്ങനെ നോക്കി അവസാനം നമ്മുടെ ഡ്രസ്സ് കിട്ടിയവന്. അങ്ങനെ ഞങ്ങൾ ആ ഡ്രസ്സ് വാങ്ങിയിട്ട് നേരെ റൂമിലോട്ട് പോവാണ് കേട്ടോ. വേറെ പരിപാടികളൊന്നുമില്ല, മെല്ലെ നട്ടുന്നത് അങ്ങനെ റൂമിലോട്ട് പോകും.